കൊച്ചെന്ന് ഞാൻ സമ്മതിച്ചേട്ടോ. ഭാവിയിലെ കൊച്ചു വിജയ് തന്നെ. ടെൻഷൻ വേണ്ട, ഞാൻ ബാക്കി എല്ലാം കൊണ്ടുവരാം. ചേച്ചിയുടെ കയ്യിലേ ഇത്രയല്ലേ കൊള്ളത്തുള്ളൂ. അപ്പൊ ബാക്കി കറികളൊക്കെ പതുക്കെ എടുത്തോണ്ട് വരാനല്ലേ ഒക്കത്തുള്ളൂ. പിന്നെ ഇതെങ്ങനെ തന്നെ കഴിക്കുന്നേ? അതെന്തായാലും തന്നെ കഴിക്കാൻ ഒക്കത്തില്ല അല്ലേ? വേണോ? വേണം. ഓക്കെ, ജ്യൂസ് കുടിച്ച് വയറ് നിറയ്ക്കട്ടെ. ബാക്കി എടുത്തിട്ട് വരട്ടെ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ എന്നാ തരുമെന്നുള്ള ചർച്ചയാണോ? പാവയ്ക്ക തീയല്, ഉള്ളി നല്ലതല്ലേ? പാവയ്ക്ക തീയല് കഴിച്ചിട്ടില്ലേ? ഭയങ്കര ടേസ്റ്റാ എന്റെ കൂട്ടത്തിൽ. അത് പാവയ്ക്കൊക്കെ എന്നാ പറയുന്നത് അവിടെ? കൈപ്പക്കയും കഴിച്ചിട്ടില്ലേ? അമ്മ ഉണ്ടാക്കി തന്നിട്ടില്ലേ? കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് അല്ലേ? കഴിച്ചീനി അതാണ്. ആന്റി ചേച്ചി വിളമ്പി തരട്ടെ? ആന്റി നീ ഞാൻ പറയാതെ പ്രശ്നം ഉദിക്കുന്നില്ല. ആദ്യം അമ്മയ്ക്ക് കൊടുക്കട്ടെ. കൊച്ചിന് വേണമെങ്കിൽ നീ ചോദിക്കണേ കേട്ടോ. കുറേശ്ശെ വെച്ചെന്ന് എന്നാന്നറിയോ? കൊച്ചു കഴിച്ചേച്ച് ബാക്കിയും കൂടെ തരാം. ഓക്കെ? കൊച്ചിന് എരിവ് ഇഷ്ടമാണോ? ഇല്ല. എന്നാ ചാറ് അധികം കൂട്ടണ്ട കേട്ടോ. ഇഷ്ടാണെങ്കിൽ മുളകിന്റെ ഒരു അച്ചാറും കൂടി വരാനുണ്ട്. അയ്യോ കവിയെല്ലാം തുടങ്ങിയേട്ടാ. കഴിച്ചോട്ടെ, അതിനെന്താ? സ്വന്തം വീട് പോലെയല്ലേ ഉള്ളൂ. ഞാൻ ബേക്കിലായി പോയതുകൊണ്ട് പറഞ്ഞു. അതല്ലേ, ഞാൻ അവസാനല്ലേ ബിജുവിന് വിളമ്പിയത്, അതുകൊണ്ടാ. മോന് ഉള്ളി വേണോ? സാലഡ് വേണോ? കൊച്ചിന് എന്നോടൊന്നും വിശ്വാസമേ ഇല്ല. വരട്ടെ കുറച്ച് ടേസ്റ്റ് നോക്കാനായിട്ട്. ഇത്രയും കഴിച്ചു നോക്കണേ. ഇഷ്ടം പച്ചമുളക് കഴിക്കല്ലേ, എരിവാ കേട്ടോ. എരിവ് കഴിക്കുവോ മോന്? കുഴപ്പമില്ല. കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? എന്നതാ ഫേവറേറ്റ് ഫുഡ്? ഫിഷ് ആണോ ചിക്കൻ ആണോ? ആനി ചേച്ചിയൊക്കെ കറിയല്ലേ, അടിപൊളിയാണ്. ചിക്കൻ കറിയില് വേറൊരു ടേസ്റ്റ്, ഒരു ഇതും കൂടി. ഈ ദാബയിലൊക്കെ ഉണ്ടാക്കുന്ന കറികളില്ലേ, അതേമാതിരി ബട്ടറൊക്കെ ഇട്ടിട്ട് ജീരകമൊക്കെ ചേർത്തിട്ട് ധാരാളം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറി. ഒരു വ്യത്യാസം വേറെ തന്നെ. Let's cook with love.